ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മൾ സ്പ്രേ ബോട്ടിൽ കണ്ടപ്പോഴാണ് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ നമ്മുടെ ടൂൾസൊക്കെ എടുത്ത് പണി അങ്ങ് തുടങ്ങി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതൊരു ചെറിയ ബോട്ടിൽ ക്യാപ്പാണ്, അത് അതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് പേനയുടെ ക്യാപ്പിൻ്റെ ഹോൾഡറാണ്, അപ്പോൾ അതെടുക്കാം. ഇത് രണ്ടും ഇതുപോലെ ഞാൻ കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഹാൻഡിൽ. ഇനി നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം. സിലിണ്ടർ വരുന്ന ഭാഗത്തിന് നമുക്ക് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ് സ്പ്രേ പെയിൻ്റാണ് ഞാനിവിടെ അടിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിലിനൊക്കെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. ഈ സാധനം എന്താണെന്ന് അറിയില്ല, ഇത് താഴെ കിടന്ന് കിട്ടിയിട്ട് ഞാൻ പറക്കിയെടുത്താണ്. എന്തായാലും അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ പ്രഷർ ഗേജാണ്. അപ്പോൾ അത് വരച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് വരുന്ന ഗ്ലാസ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ഞാൻ OHP ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടുകളും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നോസിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം, കമ്പിയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയർ, ഇതിൻ്റെ ഉള്ളിൽ അലൂമിനിയം കമ്പി വരുന്ന ഒരു വയറാണ്. കമ്പി മാറ്റിയിട്ട് ആ വയർ മാത്രം എടുത്തിട്ട് റെഡ് കളർ ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പെയിന്റ് അടിക്കാം. ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഊരി മാറ്റിയെടുത്ത ആ സ്പ്രേയറിൻ്റെ ഭാഗമാണ്. അതിലേക്ക് നമ്മൾ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയർ, നമ്മൾ പെയിന്റ് അടിച്ച വയറും അതുപോലെ തന്നെ ഒരു അലൂമിനിയം വയറിൻ്റെ ആ ഒരു കഷ്ണം കൂടെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഈ ട്യൂബ് ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു ഹോൾഡർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്യൂബ് അനങ്ങാതെ അവിടെ ഇരുന്നോളൂ. ഇപ്പോൾ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ബേസിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രഷർ ഗേജ് കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ വെക്കാനായിട്ടുള്ള സേഫ്റ്റി ലോക്ക്, അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പേപ്പർ ക്ലിപ്പാണ്. ഇനി ഇതുകൂടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? ഇതുപോലുള്ള ഒരുപാട് സ്ക്രാപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നല്ല നല്ല വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് സ്കൂൾ പ്രൊജക്റ്റിനോ റൂം അലങ്കരിക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ ഷുവറായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.